അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിന് പുറത്തോട്ട് ആറാട്ട് നടന്ന് നീങ്ങുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോയിലാണ് ഞാൻ ലാസ്റ്റായിട്ട് ആ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ ആറാട്ടിന് പോകുന്നതും തിരിച്ച് എൻ്റെ അവിടുത്തെ ഹോം ടൗണിലെ ട്രിവാൻഡ്രം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലോട്ട് എത്തുന്നു. അതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഗേറ്റിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഗേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായിട്ട് അവിടെ ശംഖുമുഖത്ത് മണ്ഡപം ഉണ്ടല്ലോ, അവിടെയാണ് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് വന്ന 4 ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഇവിടെ ഈ ഒരു ഓലപ്പുര കണ്ടില്ലേ, ഇവിടെയാണ് വൈകുന്നത്. ഇവിടെ വെച്ചിട്ടാണ് പൂജയെല്ലാം നടത്തുന്നത്. അപ്പോൾ ഇവിടെ പൂജ നടത്തുന്ന ഈ സമയത്ത് ഈ 4 വിഗ്രഹങ്ങളും പൂജ നടത്തുന്ന സമയത്തുള്ള വ്യൂസാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ശംഖുമുഖത്തെ ആ സമുദ്രത്തിൽ ആ വിഗ്രഹങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, എടുത്തുകൊണ്ട് പോവുകയാണ് ഭഗവാനെ നീരാടാനായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. ദൂരെ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ നന്നായിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഫോണിൻ്റെ പ്രശ്നം കാരണം ഏത് രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് ശംഖുമുഖത്തെ ബീച്ചിലുള്ള കാഴ്ചകളാണ്. കണ്ടില്ലേ, എത്ര ആൾക്കാരാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഇത്രയും ആൾക്കാരും ഭഗവാനെ കാണാനും ഈ ഒരു ആറാട്ട് കാണാനുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ആനകൾ എത്ര, ഞാൻ പറഞ്ഞില്ലേ 4 ആനകൾ പുറത്തെ ക്ഷേത്രത്തിൽ നിന്നും 2 3 അത് ഞാൻ കണ്ടില്ല, ഫ്രണ്ടിൽ പോയിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല, സോറി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആനകൾ ഉണ്ടായിരുന്നു, പക്ഷെ പുറത്ത് നിന്നുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും 4 ആനകളാണ് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ത്രിവിക്രമംഗലം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആനയെന്ന് പറയുന്നത്. ഇനി നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ നൈറ്റ് വ്യൂസിലോട്ടാണ്. നമ്മൾ തിരിച്ച് ശംഖുമുഖം ബീച്ചിൽ നിന്നും കയറി അതിനുശേഷം ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ റൺവേയിൽ കൂടെ കയറി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അല്ല, സന്ധ്യാസമയത്ത് വ്യൂ ആയിരുന്നാലും ഇതിനെക്കാട്ടി അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഈ കാണുന്ന ലൈറ്റ്സൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ റൺവേ കൂടെ നടക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ പരിമിതി കൊണ്ട് എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. നല്ല ഫോണിൽ നല്ല വ്യൂവിൽ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ആനകളെല്ലാം ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് സന്തോഷത്തോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. ഇനി അവിടെ നിന്ന് നടന്നു പോകുന്ന കാഴ്ചയുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഒരു പാർട്ട് 4 ആയിട്ട് ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് എത്ര ലോങ് ആയാലും ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നടന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് വാങ്ങിക്കഴിച്ചു. അതിനുശേഷം നമ്മൾ ഹോം ടൗണിലോട്ട് നടന്നു പോകുന്ന കാഴ്ച നിങ്ങൾ കാണുന്നു. നടന്നു പോകുമ്പോഴത്തേനും ഒരുപാട് നിറപറയുമായിട്ട് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത് പറയാം കേട്ടോ, വീട്ടിലിപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഇഷ്യൂസൊക്കെ കാണും. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ എൻ്റെ ഹോം ടൗണിലോട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഏകദേശം ഈ 9 മണിയായപ്പോഴത്തേക്കും ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി. അതിനുശേഷം നടന്ന് നമ്മളൊരു 10-10:15 ആയപ്പോഴത്തേക്ക് എത്തി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് പിന്നെ തിരിച്ച് നടന്നപ്പോഴത്തേക്കും 10:30 കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഹോം ടൗണിലെത്തിയപ്പോഴത്തേക്കും നല്ല ലേറ്റായി കേട്ടോ. ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ഇങ്ങനെ നിറപറ ഇങ്ങനെ എടുത്ത് ഭഗവാനെ മാല ചാർത്തി ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസൊക്കെ കാരണം, ഇഷ്യൂസ് അല്ല കേട്ടോ, ഒരിക്കലും ഇഷ്യൂസ് അല്ല, ദൈവകൃപ കിട്ടുന്ന കാര്യം, ഇഷ്യൂവേ അല്ല. അപ്പോൾ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ വാക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് സോറി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നടന്ന് വന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റായി. എൻ്റെ ഇവിടെ ഹോം ടൗണിലെത്തിയപ്പോഴത്തേക്കും 12:30 ആയി. ഓക്കെ, 10:30 ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും എൻ്റെ ഇവിടെ വരെ 12:30 ആയി. നോർമലി നമ്മൾ നടന്നു വരികയാണെങ്കിൽ 1 മണിക്കൂറിന് ഉള്ളിൽ തന്നെ എത്തുന്നതായിരിക്കും. ഞാൻ ഒരിക്കൽ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ നിന്നും ഈസ്റ്റ് ഫോർട്ട് വരെ നടന്നു. എന്തിനാ, ബസ്സിൻ്റെ ക്യാഷ് ലാഭിക്കുക, എന്നിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് പപ്സ് കഴിക്കാമല്ലോ. അപ്പോൾ ആ ഒരു അന്ന് 12 രൂപ ഇപ്പോൾ ബസ്സിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ 18 ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന് 12 രൂപയ്ക്ക് പപ്സ് കിട്ടുമായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. അപ്പോൾ ഞാൻ അവളങ്ങനെ നടന്നേക്ക് ഇപ്പോൾ ആലോചിക്കും എത്ര ദൂരം നടന്നതെന്ന് ആലോചിക്കുകയാണ്. പക്ഷെ അതിനപ്പുറം ദൂരമാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആലോചിക്കുമ്പോഴത്തേക്കും ഞാൻ തന്നെയാണ് നടന്നെന്ന് തോന്നിപ്പോകും. കാരണം ഇത്രയും ദൂരം നടന്നില്ലേ.
അപ്പോൾ നമുക്ക് ടോപ്പിക്കിൽ നിന്ന് മാറിയല്ലേ, അപ്പോൾ നമുക്ക് ടോപ്പിക്കോട് തിരിച്ച് വരാം. കണ്ടേ, ഇതൊക്കെയാണ് എൻ്റെ ഹോം ടൗണിൽ ഭഗവാന് വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചകളാണിത്. ഓരോ റെസിഡൻസ് അസോസിയേഷൻകാരില്ലേ, അവർ ഓരോ മുടുക്കിലും എത്തുമ്പോൾ ഓരോ രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളിയാണ്. അപ്പോൾ നമ്മളിതാ തിരിച്ച് ക്ഷേത്രത്തിലെത്തി. ഭഗവാന്റെ മുന്നിലെത്തിയതിന് ശേഷം നെറ്റിപ്പട്ടമൊക്കെ ഒരു മാറ്റമാണ്. അപ്പോൾ വീഡിയോ കഴിഞ്ഞു. 2 മണിയായി സമയം, അപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പാർട്ട് 3 ചെയ്തിട്ട് എനിക്ക് തൃപ്തിയായില്ല, സത്യം പറയില്ല. കാരണം എനിക്ക് ചെറിയൊരു ത്രോട്ട് പെയിനൊക്കെ ആയതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് ഇഷ്യൂ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, അത്രയും സ്ട്രെസ് എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഉഷാറാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ എൻ്റെ വീഡിയോ നിർത്താം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ബൈ ബൈ.